കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും അധികം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം. ഇടയ്ക്കിടെ മുല്ലപ്പെരിയാർ വാർത്തകളിൽ നിറയും. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുന്നു, ഡാം ഗുരുതരമായ ഒരു ഭീഷണിയെ നേരിടുന്നു ജനങ്ങൾ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസരത്തുള്ള മരങ്ങൾ വെട്ടിനീക്കുന്നതിനെക്കുറിച്ച്, മുല്ലപ്പെരിയാർ ഡാമിൻ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിലപ്പോഴൊക്കെ സുപ്രീം കോടതി പരാമർശനങ്ങളും സുപ്രീം കോടതി വിധിയുമൊക്കെ വരും. അപ്പോൾ കുറേ നാളുകളായി കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ജനങ്ങളുടെ ആവശ്യം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. അതിനു മുമ്പായിട്ട് ഒരു ഡാം അതിന് പകരമായി തേക്കടിയിലോ തേക്കടിയുടെ പരിസരത്തോ ഉണ്ടാവണം. ഈ ആവശ്യം നമ്മൾ ഉയർത്തുന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് സുപ്രീം കോടതിയുടെ വിധി ഇക്കാര്യത്തിൽ കേരളത്തിനെതിരാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ഈ ആശങ്കകളും ഇത് ചർച്ചയും തുടങ്ങിയത് നമ്മൾ പലരും കരുതുന്നത് പോലെ 1990കളിൽ വി സച്ചിദാനന്ദൻ ഇത് സംബന്ധിച്ചുള്ള വിവാദം ഉയർത്തിയ സമയത്തല്ല. 1979 മലയാള മനോരമ പത്രത്തിൻ്റെ ഒരു വാർത്തയാണ് മുല്ലപ്പെരിയാർ ഡാം പ്രതിസന്ധിയിലാണ്, അല്ല അപകടത്തിലാണ് എന്നുള്ള വാർത്ത ആദ്യമായി മാധ്യമരംഗത്ത് കൊണ്ടുവരുന്നത്. അന്ന് ഞാൻ ദീപികയിൽ സബ് എഡിറ്റർ ട്രെയിനിയായിട്ട് ജോലി ചെയ്ത് ചേർന്ന സമയമായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടും അത് സംബന്ധിച്ചുള്ള ഓർമ്മകളുണ്ട്. മനോരമയുടെ കോട്ടയത്തെ റിപ്പോർട്ടറായിരുന്ന PJ കുര്യാക്കോസ് തേക്കടി സ്ഥലം വെച്ചെഴുതിയ ഒരു വാർത്തയാണ്. അന്ന് മനോരമയുടെ 1-ാം പേജിൽ സൂപ്പർ ലീഡായിട്ട് വന്ന വാർത്ത. സഹ്യ സാനുവിൽ ഒരു മോർബി എന്നതായിരുന്നു ആ വാർത്ത. ഇന്ന് ആ തലക്കെട്ട് എന്താണെന്നുള്ളത് ആർക്കും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പക്ഷെ അതിനൊരു പശ്ചാത്തലമുണ്ട്. 1979 ഓഗസ്റ്റിലാണ് ഗുജറാത്തിലെ മോർബി എന്ന അണക്കെട്ട് തകരുന്നത്. അതൊരു എർത്ത് ഡാമാണ്. വളരെയേറെ പഴക്കമുള്ള ആ ഡാം അന്ന് നിരന്തരമായി 10 ദിവസം തുടർച്ചയായിട്ട് ഗുജറാത്തിലുണ്ടായ ഒരു പേമാരിയെ തുടർന്ന് ആ ഡാം തകരുകയും ആ ഡാമിൻ്റെ തകർച്ചയെ തുടർന്ന് മോർബിയുടെ പരിസരത്ത് ഏകദേശം 10,000-ഓളം ആളുകൾ അന്ന് മരിച്ചു. അപ്പോൾ അതിന് സമാന്തരമായിട്ടുള്ള ഒരു എർത്ത് ഡാം എന്നുള്ള നിലയിൽ, ചുണ്ണാമ്പും സുർക്കിയൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ഡാം എന്നുള്ള നിലയിൽ ഈ മുല്ലപ്പെരിയാർ ഡാമും ഭീഷണിയിലാണ് എന്ന് ആദ്യമായിട്ട് വാർത്ത എഴുതിയത് മനോരമയുടെ ലേഖകൻ PJ കുര്യാക്കോസാണ്. അന്ന് ദീപയിൽ ഇരുന്നുകൊണ്ട് ആ വാർത്ത വായിക്കുകയും അത്തരം ഒരു വലിയ വാർത്ത, ഒരു സ്കൂപ്പ് പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ടറെ കുര്യാക്കോസ് സാറിനെ ഞാനന്ന് അഭിനന്ദിക്കുകയും ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നത് ഇപ്പോൾ നമുക്കാർക്കും ഓർമ്മയില്ലാത്ത ഒരു മന്ത്രിസഭയായിരുന്നു, CH മുഹമ്മദ് കോയ മന്ത്രിസഭ. ഈ വാർത്ത വരുന്ന സമയത്ത് മുഹമ്മദ് കോയ മന്ത്രിസഭയിലെ ജലസേന വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി നീല ലോഹിതദാസൻ നാടാറായിരുന്നു. നീല ലോഹിതദാസൻ നാടാർ അദ്ദേഹം അതിനു മുമ്പ് MP ആയിരുന്നു. അതിനെ തുടർന്ന് സംസ്ഥാനത്ത് ആ സമയത്ത് കുറച്ചു കാലം മന്ത്രിയാകാനുള്ള യോഗം അദ്ദേഹത്തിനുണ്ടായി. പിന്നീട് അദ്ദേഹം നായനാർ മന്ത്രിസഭയിൽ ദീർഘകാല മന്ത്രിയായിരുന്നു. പക്ഷെ അന്ന് ഏകദേശം 1-2 മാസം മാത്രമാണ് ആ മന്ത്രിസഭ നിലനിന്നത്. ആ മന്ത്രിസഭയിൽ മന്ത്രിയായി അദ്ദേഹം ഈ ഡാം സന്ദർശിക്കാൻ വേണ്ടി, മനോരമ വാർത്തയെ തുടർന്ന് ഈ ഡാം സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം കോട്ടയത്ത് TVയിൽ വരുമ്പോൾ അവിടെ വെച്ചൊരു പത്രസമ്മേളനം നടത്തുന്നു. അന്ന് ദീപികയിലെ ജൂനിയർ റിപ്പോർട്ടറായ ട്രെയിനിയായ ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്നു. അപ്പം നീല ലോഹിതദാസൻ നാടാർ എന്ന ചെറുപ്പക്കാരനായ മന്ത്രിയെ അന്ന് അവിടെ വെച്ച് കാണുന്നു. അദ്ദേഹം അന്ന് ഡാം സന്ദർശിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് അത് വലിയൊരു ചർച്ചാ വിഷയമായെങ്കിലും പിന്നീട് അതങ്ങ് വിസ്മൃതിയിലായി. തീർച്ചയായിട്ടും പിന്നീട് 90കളിൽ ആണിത് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. അതിന് കാരണം 1976 നമ്മൾ ഈ കരാർ പുതുക്കി കൊടുത്തത്. 999 വർഷത്തെ കരാറാണ്. നമ്മൾ 1976 ഈ കരാർ CH ചിദംബരം മന്ത്രിസഭയുടെ കാലത്ത് പുതുക്കി കൊടുത്തു. ആ കരാർ പുതുക്കി കൊടുത്തതിൽ കേരളത്തിന് വലിയ നഷ്ടം സംഭവിച്ചു, വീഴ്ച സംഭവിച്ചു. ഈ ഡാം ഒരു കേരളത്തിൽ നിർമ്മിച്ച ഒരു ഡാം, കേരളത്തിൽ നിൽക്കുന്ന ഒരു ഡാം, ആ ഡാമിൻ്റെ വെള്ളം മുഴുവൻ പോകുന്നത് തമിഴ്നാട്ടിലേക്ക്. കേരളത്തിന് ഈ ഡാം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു അപകട ഭീഷണി കേരളത്തിലെ ജനങ്ങൾ വഹിക്കണം. ഇതാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ വാദം. അതേതായാലും അന്ന് വലിയ ചർച്ചാ വിഷയമായി. അത് മാധ്യമങ്ങളത് ഏറ്റെടുത്തു. അതേ തുടർന്ന് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായി. പക്ഷേ ഡീകമ്മീഷൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സുപ്രീം കോടതി വരെ കേസ് പോയി. തമിഴ്നാട് ഈ ഡാം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അവരിതിൻ്റെ ജലനിരപ്പ് 142 അടിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. 140 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ വെള്ളം സംഭരണശേഷിയേക്കാൾ കൂടുതലാവുമെന്നും അത് തകരുമെന്നും ഒക്കെ കേരളം വാദിച്ചു. പക്ഷേ സുപ്രീം കോടതി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചു. ആ എക്സ്പെർട്ട് കമ്മിറ്റി പഠനം നടത്തിയിട്ട് അന്ന് നടത്തിയ നിഗമനം
ഡാമിന് തൽക്കാലം ശക്തിപ്പെടുത്തിയാൽ മതി. ശക്തിപ്പെടുത്തിയാൽ ഡാമിന് കുറേ കാലം കൂടി ആയുസ്സുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പകരം ഒരു ഡാം പണിയേണ്ട കാര്യം തന്നെ ഉടനെ ഇല്ല. ഡാം എന്തായാലും ഉടനെ ഡീകമ്മീഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് അന്ന് എക്സ്പേർട്ട് കമ്മിറ്റി എടുത്തു. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നിഗമനം സുപ്രീം കോടതി അംഗീകരിച്ചു. അത് കേരളത്തിന് വലിയ തിരിച്ചടിയായി. 2014 തോന്നുന്നു സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത്. ആ വിധിയുടെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സുപ്രീം കോടതിയുടെ പരാമർശം. അതായത് മുല്ലപ്പെരിയാർ ഡാം ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനുവേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച സൂപ്പർവിഷൻ സമിതിക്ക് വേണ്ടത്ര സഹകരണം സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തമിഴ്നാട് പരാതിപ്പെട്ടു. അപ്പോൾ അതിന് വേണ്ടത്ര പിന്തുണ കൊടുക്കണം, അവരെ സഹായിക്കണം, അവിടുത്തെ ഡാമിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗ്രൗട്ടിംഗ് നിർവഹിക്കാനും മറ്റുമൊക്കെ സഹായിക്കണം എന്നുള്ള നിലപാട് സുപ്രീം കോടതി എടുത്തോടുകൂടി പുതിയ ഡാം എന്നുള്ള കേരളത്തിൻ്റെ നിലപാടിന് തന്നെ തിരിച്ചടിയായിപ്പോയി. ഗ്രൗട്ടിംഗ് നടത്തി ആ ഡാം ശക്തിപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഉടനെ ഒരു ഡാമിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം എന്തായാലും വേറൊരു വാദവും കൂടിയുണ്ട്. അതായത് ആ ഡാമിലെ വെള്ളം മുഴുവൻ താൽക്കാലികമായിട്ട് തടഞ്ഞു നിർത്താനുള്ള ശേഷി ഇടുക്കി ഡാമിനുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നൊഴുകുന്ന വെള്ളവും കൂടി ഇടുക്കി ഡാമിൽ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളൊരു വാദം സാങ്കേതികമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അതെന്തായാലും ആ ഭീഷണി, അത്രയും വെള്ളം പെട്ടെന്ന് ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ആ വെള്ളം അവിടെ ശേഖരിച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന അപകട ഭീഷണി വീണ്ടുമുണ്ട്. എന്തായാലും നമുക്കൊരു ഡാം മുല്ലപ്പെരിയാർ ഡാമിന് പകരം ഉണ്ടായേ പറ്റൂ എന്നുള്ളത് ഒരു വസ്തുത. പക്ഷേ നമുക്ക് നിരന്തരമായിട്ട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധികൾ അങ്ങനെ ഒരു ഡാം പണിയുന്നതിന് അനുകൂലമല്ല. കാരണം ഈ ഡാം ശക്തമായിട്ട് നിലനിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഡാം പണിയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇതിന് കേന്ദ്ര ഗവൺമെൻറ് സഹായവും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഡാം ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. 1886 ഇത് സംബന്ധിച്ച കരാർ ഉണ്ടാക്കുന്നത്. അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലമാണ്. ബ്രിട്ടീഷ് സർക്കാരുമായി, കാരണം അന്ന് തമിഴ്നാട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. അന്ന് അവരുടെ സമ്മർദ്ദപ്രകാരമാണ് തിരുവിതാംകൂർ സർക്കാർ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാജാവ് അത്തരമൊരു കരാർ എഴുതാനായിട്ട് തയ്യാറായത്. തമിഴ്നാടിനെ വെള്ളം കൊടുക്കാൻ വേണ്ടി, തമിഴ്നാട്ടിലെ കൃഷി നടത്താൻ വേണ്ടി തന്നെയാണ് അന്ന് ഡാം പണിതത്. പക്ഷേ ആ കാലാവധി 100 വർഷത്തിനുള്ളിൽ പുതുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലുള്ള നീണ്ട പല കരാറുകളും പുതുക്കി എഴുതിയതുപോലെ കേരളത്തിലെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കരാറും പുതുക്കി എഴുതാൻ തീരുമാനിച്ചു. പക്ഷേ 1976 ഈ കരാർ പുതുക്കിയപ്പോൾ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം കേരളത്തിന് ലഭിക്കുന്നില്ല. പാട്ടക്കരാർ വ്യവസ്ഥയിൽ കാര്യമായ മാറ്റം വരുത്താൻ പറ്റിയില്ല. ഇതിൻ്റെ വൈദ്യുതി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡൽ പ്രോജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പ്രയോജനവും തമിഴ്നാട് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ന് വാസ്തവത്തിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കാനായിട്ട് കേരളം തീരുമാനിച്ചിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു. അന്നത് ചെയ്തില്ല. 10-20 വർഷം കഴിഞ്ഞിട്ട് ഈ ഡാമിന് സുരക്ഷിതത്വമില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്പെർട്ട് കമ്മിറ്റി സുരക്ഷിത പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയുള്ളൂ. അതാണിപ്പോൾ നേരിട്ട ഒരു പ്രതിസന്ധി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരം ഒരു ഭീഷണി, അതായത് പണ്ട് മനോരമയുടെ തലക്കെട്ടിൽ ഉന്നയിച്ചതുപോലെ ഗുജറാത്തിൽ തകർന്ന മോർവി പോലെ സഖിസ്ഥാനുവിൽ ഒരു മോർവിയുടെ അടിത്തട്ടിൽ ആ ഒരു ഭീതിയിൽ കഴിയണമോ കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അതിന് സർക്കാർ മുൻകൈ എടുക്കേണ്ട സംഗതി ഇതിന് സമാന്തര ഡാം പണിയാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. ആ ഡാം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്യുക. ഡാം എത്ര കാലം പോകും നമുക്കറിയില്ല. ഇത് 60 വർഷത്തേക്ക് നിർമ്മിച്ച ഒരു ഡാമാണ്. ഇന്നതിന് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് കുറച്ചുകൂടെ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ടായെങ്കിൽ അത് നല്ല കാര്യം തന്നെ. അങ്ങനെ ഒരു നല്ല ശക്തമായ രീതിയിൽ ആ ഡാം കുറേ കാലം കൂടെ മുന്നോട്ട് പോകുന്നതിൽ ആളുകൾക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ നമുക്കൊരു ഡാം ഉണ്ടാവണം. നമ്മുടെ ഡാമിൽ നമുക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ലഭിക്കണം. അതിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയണം. അതിന് കൂടുതൽ ജലസേചനത്തിന് കഴിയണം. നമുക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു പുതിയ കരാർ ഉണ്ടാക്കാൻ കഴിയണം. അതുകൊണ്ട് പുതിയ ഡാം സമീപനവുമായി കേരള സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹം.